നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി ഏട്ടനപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഉടനെ കിടന്നു. അല്ല, ഏട്ടനെന്താ കട്ടിൽ കിടക്കാതെ? അത് പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ സാർ ഇങ്ങോട്ടൊന്ന് ഇരുന്നതാ. ഞാൻ ഷീറ്റ് മാറ്റിയപ്പോഴേക്കും സാർ മയങ്ങിപ്പോയി. ഇന്നലെ രാത്രിയിൽ ഓഫീസിൽ എന്തോ കസ്റ്റമർ കോൾ ഉണ്ടായിരുന്നു. ഒട്ടും ഉറങ്ങിക്കാണില്ല. അതാ ഇത്ര ക്ഷീണം. ഏട്ടനിതൊക്കെ പതിവാ. ചേച്ചി വേണം ഈ വർക്കഹോളിക് സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. ഞാനൊക്കെ മാറ്റിയെടുത്തോളാം മോളെ. നീ എന്താ വന്നേ? ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വന്നതാ. സാരില്ല, ഞാൻ പിന്നെ ചോദിച്ചോളാം. അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നിങ്ങളുടെ അത്ര അത്യാവശ്യമൊന്നും ഇപ്പൊ എനിക്കില്ല. അല്ല, എനിക്ക് വേറെ അത്യാവശ്യമൊന്നുമില്ല. ഉരുണ്ട് കളിക്കണ്ട ചേച്ചി. ചേച്ചി ഏടിനും മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു. മസാജല്ലേ ചെയ്ത് കൊടുത്തുള്ളൂ. ചേച്ചിയുടെ ഹെഡ് മസാജിലാ ചേട്ടൻ ഉറങ്ങിപ്പോയത്. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. നടക്കട്ടെ. മസാജ് ചെയ്താൽ തന്നെ ഇപ്പൊ എന്താ? എന്റെ ഭർത്താവല്ലേ, ഞാൻ തന്നെയല്ലേ മസാജ് ചെയ്യേണ്ടത്? അമ്മക്കെന്താ രാവിലെ മുതൽ ഷോക മൂഡിലാണല്ലോ. കൈ ചായ എടുക്കുകയാണെങ്കിലും മനസ്സ് വേറെ എവിടെയോ. പിന്നെ ഞാനെന്താ എന്റെ മനസ്സ് പൊടിച്ചു ചേർത്ത് ചായ ഇടണോ? മനസ്സ് പൊടിച്ചു ചേർക്കൊന്നും വേണ്ട. പക്ഷെ മനസ്സോടെ ഇട്ടാലേ ചായ നന്നാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ദിവസം തന്നെ പോക്കാം. എടി പെണ്ണേ, പോത്തുപോലെ വളർന്ന നിനക്കൊക്കെ ചായ എടുത്തു തരാനേ ഒരാവശ്യമില്ല. നിന്റെ പ്രായത്തിൽ എന്റെ വീട്ടിലെ അടുക്കളപ്പണി മുഴുവൻ ചെയ്തിട്ടാ ഞാൻ കോളേജിൽ പോയിരുന്നത്. എന്നിട്ട് എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ. എടി, ചായ കുടിച്ച ഗ്ലാസ്സെങ്കിലും കഴുകി വെക്കാനുള്ള മനസ്സുണ്ടോടി നിനക്ക്? ഏത് നേരം മൊബൈലും എടുത്ത് കുത്തി അത് നോക്കിയിരുന്നോളും. എന്നിട്ട് ഞാൻ മനസ്സോടെ ചായ ഇടാത്തതാ കുറ്റം. എന്റെ അമ്മോ, ഒരു കുശലം ചോദിച്ചാണ് ഇത്ര ഡയലോഗോ? എന്നോട് ആരും കുശലം ചോദിക്കണ്ട. ഞാൻ ഇവിടുത്തെ വെറും ജോലിക്കാരിയാ. എന്നെ അങ്ങനെ കണ്ടാ മതി. അമ്മയുടെ മൂഡ് ഒട്ടും ശരിയല്ല. അങ്ങോട്ട് തോറ്റിട്ട് മോളിൽ നെഞ്ചത്ത് കയറണ്ട. അമ്മയും മോളും കൂടി രാവിലെ എന്താ കശപിച്ച? ഈ അമ്മ ശരിയല്ലേ ചേച്ചി? വസന്തരാജിയായിട്ട് വഴക്കിട്ട് കാണും. അതിനിപ്പോ എന്റെ തലേ കയറിട്ട് ഇപ്പൊ എന്താ കാര്യം? അതെ, മോള് ചെല്ല്. അമ്മയുടെ ദേഷ്യവും സങ്കടമൊക്കെ ഞാൻ തീർത്തോളാം. മോള് പൊയ്ക്കോ. എന്താ അമ്മ ഇത്? അമ്മയുടെ സങ്കടം എന്തിനാ കുട്ടികളോട് കാണിക്കുന്നേ? എന്റെ വിഷമം ഞാൻ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ മോളെ? ഗൗതം സാറിന് എന്നോട് സ്നേഹമില്ലാന്നോർത്ത് അമ്മ വിഷമിക്കണ്ട. അദ്ദേഹത്തിന് ഇപ്പൊ എന്നോട് ഒരു ദേഷ്യമില്ല. പാവം, ഇന്നലെ രാത്രി മുഴുവൻ ഓഫീസിലെ ജോലി തിരക്കിലായിരുന്നു. ഇപ്പൊ വന്നു കിടന്ന് ഉറങ്ങുക. ഞാൻ ശല്യപ്പെടുത്തിയില്ല. നിന്റെയും ഗൗതമിന്റെയും മനസ്സിൽ പരസ്പര സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. വസുന്ധര എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ബന്ധം ദൃഢമായി മുന്നോട്ട് പോകുന്നു അമ്മയ്ക്കറിയാം. അപ്പൊ പിന്നെ എന്തിനാ അമ്മ വിഷമിക്കുന്നത്? ഗൗതം എങ്ങനെ നിങ്ങളുടെ മകനായി? നിങ്ങള് 10 മാസം ചുമന്ന് പ്രസവിച്ചതാണോ അവനെ? അമ്മക്കറിയുവാണോ? എന്തിന്? ഒന്നുമില്ല മോളെ. എന്നോട് വിളിക്കണ്ട. അമ്മയുടെ സങ്കടം എന്തായാലും എന്നോട് പറയാ. അത് പിന്നെ നിന്റെ അമ്മയൊന്ന് പോയി കാണാൻ പോലും വസു അനുവദിക്കുന്നില്ലല്ലോ മോളെ. ഇന്നലെ വസു അറിയാതെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ കരുതി. അത് നടന്നില്ല. നിന്റെ അമ്മാവിന്റെ കയ്യില് ചിലവിനുള്ള പൈസ ഉണ്ടോന്ന് പോലും നമുക്കറിയില്ല. അതൊക്കെ ഓർത്തപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഹോസ്പിറ്റലില് ഗൗതം സാർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റു ചെലവുകള് അവരെങ്ങനെങ്കിലും നോക്കിക്കോളും.
പാവം നിഖിലേട്ടനും ആകെ ടെൻഷനിലായി കാണും. ഒന്ന് പോയി കണ്ടാലോ? എന്ത് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്ന് കേറാ? ആഹാ, സാറ് ഉറങ്ങുകയാണെന്ന് കരുതിയ ഞാനിങ്ങോട്ട് വരാതിരുന്നേ. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റോ? ആ, ഒരു ഹാഫ് ആൻ അവർ ഒന്ന് മയങ്ങി അലാറം വെച്ചിട്ടാ കിടന്നത്. ചെയ്യാനൊരു 100 കൂട്ടം പണിയുണ്ട്. സാറ് നന്നായി ഉറങ്ങിയിട്ട് 2 ദിവസമായി. ഇന്നൊരു ദിവസം ഓഫീസിൽ പോവാതെ റെസ്റ്റ് എടുത്തൂടെ? ഏയ്, പോയായിരുന്ന ശരിയാവില്ല. എല്ലാത്തിനും എന്റെ കണ്ണ് ചെല്ലണം നിധി. ഓ പിന്നെ, ഒരു ദിവസം ലീവ് എടുത്തൂന്ന് കരുതി ഓഫീസ് ആരും എടുത്തോണ്ട് പോവൊന്നുമില്ല. ആ ശരിയാ, ഓഫീസൊന്നും ആരും കൊണ്ടുപോകില്ല. അവിടെ തന്നെ കാണും. പക്ഷെ എന്റെ ശ്രദ്ധയൊന്നും മാറിയാ മൂടോടെ കൊണ്ടുപോകും. എന്ന് കരുതി വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഊണും ഉറക്കവും മറന്ന് ഇതിനകത്ത് തപസിരിക്കുകയല്ലേ? എന്റെ സാറേ, ടൈം മാനേജ്മെന്റ് പഠിക്കണം. ഓ, ജോലി ഇത്ര നേരം, കുടുംബവുമായിട്ട് ഇത്ര നേരം, വിനോദം ഇത്ര നേരം, അങ്ങനെ ഒരു ചിട്ട ഉണ്ടാക്കണം. എങ്കിലിങ്ങനെ ഉറക്കം നഷ്ടപ്പെടുത്തി പണിയെടുക്കേണ്ടി വരില്ല. ആ, അങ്ങനെ നേരം നോക്കി പണിയെടുക്കാൻ ഇത് നിന്റെ ഓൺലൈൻ ജോബ് അല്ല. ആഹാ, സ്വന്തം ജോലിയെ വലുതാക്കാൻ എന്റെ ജോലിയെ പുച്ഛിക്കണ്ട. അതെനിക്കിഷ്ടമല്ല. ഞാൻ ഒരു തൊഴിലിനെ പുച്ഛിക്കാറില്ല. എന്റെ ജോലിക്ക് ടൈം ലിമിറ്റ് ഇല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാര് പറഞ്ഞു? എല്ലാ ജോലിക്കും ടൈം ലിമിറ്റ് വെക്കാൻ പറ്റും. സാറിന് അറിയില്ലെങ്കിൽ പറ, ഞാൻ സാറിന്റെ ടൈം മാനേജ് ചെയ്ത് കാണിച്ചു തരാം. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പാലും പത്രവും ഇട്ട് വീട്ടുജോലികളും തീർത്ത് സ്കൂളില് കൃത്യസമയത്ത് എത്തിയിരുന്ന ആളാണ് ഞാൻ. അമ്പമ്പോ, ഭയങ്കരം തന്നെ. വീണ്ടും പരിഹാസം. ഇത് നോക്ക് സർ, ഞാൻ ഓൺലൈൻ ജോലി ചെയ്യുമ്പോ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ മുടക്കം വരുത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ടൈം മാനേജ്മെന്റ്, അത്രയുള്ളൂ. ഓ, എങ്കിൽ എന്റെ ടൈം നീ ഒന്ന് മാനേജ് ചെയ്യ്, കാണട്ടെ. ആ, ഇപ്പൊ പറഞ്ഞുതരാം. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വ്യായാമം, 7 മണിക്ക് പ്രഭാതകൃത്യങ്ങൾ, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 10 മണി മുതൽ ഓഫീസിലെ കാര്യങ്ങൾ. അപ്പൊ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയം? ആ സമയത്ത് നമുക്ക് വഴക്കിടാം. ജീവിതത്തിൽ അതും വേണമല്ലോ. വൈകുന്നേരം 5 മണിക്ക് ഓഫീസിലെ ജോലി നിർത്തി നേരെ വീട്ടിലെത്തണം. അത് കഴിഞ്ഞുള്ള സമയം ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കണം. അതായത് നീയുമായിട്ട് വീണ്ടും വഴക്കിടണം അല്ലേ? അത് കുറച്ച് സമയം മതി. ബാക്കി ടൈം ഈ വീട്ടിലെ മറ്റുള്ളവരുമായിട്ട് ചെലവഴിക്കാലോ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു നിന്റെ ആഗ്രഹം. അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ നിധി ആഗ്രഹിക്കുന്ന സമയം എല്ലാം തന്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ബിസിനസ്സുകാർക്കും ഈ ചിട്ടയൊക്കെ പറ്റും. 4-ാം ദിവസം ബിസിനസ്സുകാരൻ പിച്ചക്കാരനാവും. ദൈവമേ, ഈ ഭാഗ്യജാതകക്കാരിയെ കൊണ്ടു തന്നതേ കുടുംബം കൊളന്നുകൊണ്ടാനാണോ? അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ സാറിനെ നശിപ്പിക്കുമെന്നാണോ സാർ കരുതിയിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണല്ലോ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്. നിന്റെ ഉപദേശം അനുസരിച്ച അതോടെ തീർന്നുവല്ല. അനുസരിച്ചില്ലെങ്കിലേ രക്ഷപ്പെടുള്ളൂ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? ഇനി എന്റെ കയ്യിൽ നിന്ന് ഒരു സേവനവും പ്രതീക്ഷിക്കണ്ട. എന്നെ വിട്. വിടില്ല.